ഹലോ എവരി വൺ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ മൾട്ടിപ്പിൾ യൂസേഴ്സിനായിട്ട് ചെമ്പരത്തിപ്പൂവ് നമ്മൾ എടുക്കാറുണ്ട്. ഇപ്പോൾ സ്കിൻ കെയർ, ഹെയർ കെയർ, അങ്ങനെ പല യൂസേഴ്സിനും നമ്മൾ പല രീതിയിലും ചെമ്പരത്തിപ്പൂ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ചുവന്ന ചെമ്പരത്തിക്കാണോ അല്ലെങ്കിൽ മഞ്ഞ ചെമ്പരത്തിക്കാണോ കൂടുതൽ ഗുണമെന്ന്. അപ്പോൾ ഒന്ന് രണ്ട് കമൻസ് ഞാൻ ചില ചാനലിൽ കമൻസ് ആയിട്ട് വന്നത് കണ്ടോട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ആരും ചെയ്ത് കണ്ടില്ല, അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ. അപ്പം ഞാൻ എനിക്ക് എൻ്റേതായ ചെറിയ അറിവ് വെച്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പണ്ട് കാലം മുതൽക്കേ നമ്മളുടെ അമ്മൂമ്മമാരൊക്കെ യൂസ് ചെയ്ത് വന്നത് ഈ ഒരു ചുവന്ന ചെമ്പരത്തി വെച്ചിട്ടുള്ള താളികളും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ പണ്ട് മുതൽക്കേ ഈ ഒരു ചുവന്ന ചെമ്പരത്തിയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്ത് വന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഗുണം എന്തിനാണെന്ന്, ഈ ഒരു ചുവന്ന ചെമ്പരത്തിക്കാണ്. മഞ്ഞ ചെമ്പരത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഗുണം കൂടുതൽ ഇതിനാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പല മൾട്ടിപ്പിൾ യൂസേഴ്സിനായിട്ട് ഈ ഒരു ചെമ്പരത്തി പൂ യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ ധാരാളം അമിനോ ആസിഡ്സ് ഉണ്ട്. ഇത് നമ്മളുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുമെന്നാണ് കേട്ടോ പറയണത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഹെയർ ഗ്രോത്ത് നല്ല ഫാസ്റ്റ് ആകാനും നല്ല സ്ട്രെങ്ത് ആയിട്ട് വളരാനായിട്ടും ഈ ഒരു ചെമ്പരത്തിപ്പൂ ഹെൽപ്പ് ചെയ്യുമെന്നാണ് കേട്ടോ പറയണത്. അതുമാത്രമല്ല കേട്ടോ, പല യൂസേഴ്സിനും ഭയങ്കര എന്താ പറയുക, ഒരു ന്യൂട്രിയൻസിൻ്റെ ഒരു കലവറ തന്നെയാണ് ഈ ഒരു ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞാൽ കേട്ടോ. അങ്ങനെ ഒത്തിരി ഗുണങ്ങളാണ് ഈ ഒരു ചെമ്പരത്തിപ്പൂവിനുള്ളത്. മുടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ഈ ചെമ്പരത്തിപ്പൂവിലുണ്ട്, അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്, വൈറ്റമിൻ സി, B6, അയേൺസ് എന്ന് വേണ്ട ഒത്തിരി ന്യൂട്രിയൻസിൻ്റെ ഒരു പാക്കേജ് തന്നെയാണ് കേട്ടോ ഈ ഒരു ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഹെയർ ഗ്രോത്തിനാണെങ്കിലും സ്കിന്നിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇപ്പോൾ ഹൈ കോൺസെൻട്രേഷനിൽ വൈറ്റമിൻ സി ഇതിലടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷനെയൊക്കെ അത് നന്നായിട്ട് തന്നെ ബൂസ്റ്റ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന പ്രീമച്വർ ഏജിങ്, ആൻറ്റി ഏജിങ്, അതായത് റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ടാവില്ലേ, ചുളിവുകളൊക്കെ, അപ്പോൾ അതൊക്കെ കുറയാനായിട്ട് ഈ ചെമ്പരത്തിപ്പൂ വെച്ച് ഫേസ് പാക്കൊക്കെ ഇടുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇത് നമ്മുടെ ഫേസ് നന്നായിട്ട് ടൈറ്റൻ ആവാനും പോഴ്സൊക്കെ ഒന്ന് ഷ്രിങ്ക് ചെയ്യാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഹെയർ ഓയിലും ഷാമ്പൂ ഒക്കെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അതല്ലാതെ നമുക്ക് DIY ആയിട്ട് ഇതൊക്കെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. കുറച്ച് ചെമ്പരത്തിപ്പൂവും ഇലയൊക്കെ എടുത്തിട്ട് കുറച്ചൊന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ ഞെരടി എടുത്തു കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം ഷാമ്പൂവും കണ്ടീഷണറായിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ട് ഡാൻഡ്രഫ് കുറയാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ കൂടുതലായിട്ട് ഡാൻഡ്രഫ് കുറയാനായിട്ടാണ് ഇത് ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്തത്. നന്നായിട്ട് തന്നെ ഡാൻഡ്രഫ് കുറയുന്നുണ്ട്. പിന്നെ ഹെയർ ഫോൾ മാറാനായിട്ട് ഇത് വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ മറ്റു ചെമ്പരത്തികളെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഗുണം കൂടുതൽ ഈ ഒരു ചുവന്ന ചെമ്പരത്തിക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഹെയർ പാക്കിനാണെങ്കിലും ഫേസ് പാക്കിനാണെങ്കിലും എന്തിനാണെങ്കിലും ഈ ഒരു ചുവന്ന ചെമ്പരത്തി എടുക്കുന്നതായിരിക്കട്ടെ നല്ലത്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ല യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് ഞാൻ വേഗം വരാം കേട്ടോ. അതുവരേക്കും ബൈ.